ഞങ്ങൾ ഇന്ന് വാക്കൗട്ട് നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാർ ജീവനക്കാരോടുള്ള പെൻഷൻകാരോടുള്ള പൂർണ്ണമായ അവഗണനയും 65,000 കോടിയോളം രൂപ അവർക്ക് നൽകാനുള്ളതും സംബന്ധിച്ചാണ്. ധനകാര്യമന്ത്രി അതിന് കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇത് ഈ സംസ്ഥാനത്തിൻ്റെ സർവീസ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തത്രയും വലിയ ബാധ്യതയാണ് ഗവൺമെൻറ് ജീവനക്കാരോട് വരുത്തി വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബഹുമാന്യനായ അംഗം ശ്രീ രമേശ് ചെന്നിത്തല നമ്മുടെ ഏലപ്പള്ളി പഞ്ചായത്തിൽ പാലക്കാട് സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ബ്രൂവറിയും അതുപോലെ തന്നെ എത്തനോൾ പ്ലാന്റും എല്ലാം ബോട്ട്ലിംഗ് യൂണിറ്റും എല്ലാം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൻ്റെ പുറകിലുള്ള അഴിമതിയെക്കുറിച്ച് എഴുതി കൊടുത്ത് അദ്ദേഹം സ്പീക്കർക്ക് മുൻകൂട്ടി എഴുതി കൊടുത്ത് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അതേ അവസരത്തിൽ തന്നെ പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾക്ക് C&AG അടിവരയിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടി പ്രത്യേകം. ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ ആരോപണം ഉന്നയിച്ചു. നിയമസഭയിൽ ശ്രീ PC വിശ്വനാഥ് എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചതാണ് കോവിഡ് കാലത്തെ അഴിമതി. ആ കോവിഡ് കാലത്തെ അഴിമതി ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾ ശരിയാണ് എന്ന് C&AG റിപ്പോർട്ടാണ് ഇന്നലെ സഭയിൽ ടേബിൾ ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 450 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇവിടെ PP കിറ്റ് കിട്ടുന്ന സമയത്ത് 1550 രൂപ കൊടുത്ത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻ ഫാർമയിൽ നിന്നും 3 ഇരട്ടി വിലയ്ക്ക് 1550 രൂപയ്ക്ക് PP കിറ്റ് വാങ്ങിച്ചു എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം. മുൻ ആരോഗ്യമന്ത്രി ഇന്നലെ അതിന് മറുപടി പറഞ്ഞത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല, ആ സമയത്ത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നത് എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു കത്ത് പുറത്തുവിടുകയാണ്. അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഈ 1550 രൂപയ്ക്ക് 29 തീയതി 29/3/2020 ഓർഡർ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം 1550 രൂപയ്ക്ക് PP കിറ്റ് മേടിക്കാൻ സർക്കാർ ഉത്തരവ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് 28/3/2020 ഈ അനിത ടെക്സ്കോട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ 550 രൂപയ്ക്ക് ഞങ്ങൾ PP കിറ്റ് തരാം, ഞങ്ങൾ 25,000 കിറ്റ് തരാം എന്ന് അവർ പറഞ്ഞിരിക്കുക. അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാതെ പിറ്റേ ദിവസം ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ, സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PP കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. ആ കത്ത് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുകയാണ്, ആ കമ്പനിയുടെ കത്ത്. അതുപോലെ തന്നെ നിയമവിരുദ്ധമായി സാൻ ഫാർമയ്ക്ക് 100% അഡ്വാൻസ് നൽകി. ബാക്കി 550 രൂപയുടെ കമ്പനിയൊക്കെ 10 ദിവസം കൊണ്ട് ഈ അവർ സപ്ലൈ ചെയ്തപ്പോൾ സാൻ ഫാർമയാണ് അനിത ടെക്സ്കോട്ട്, ഞാൻ ഇന്ന് കത്ത് റിലീസ് ചെയ്യാം, ഞങ്ങളിപ്പോൾ കത്ത് റിലീസ് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി തരാം. അനിത ടെക്സ്കോട്ട് TEXCOT ബ്രാക്കറ്റിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുപ്പൂരുള്ള കമ്പനിയാണ്. ഇതിൻ്റെ കത്ത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അത് വാങ്ങിക്കാതെ 10,000 കിറ്റ് വാങ്ങിയിട്ട് നിർത്തിവെച്ചു. 10,000 കിറ്റ് വാങ്ങിയിട്ട് നിർത്തിവെച്ചു. എന്നിട്ട് 15,000 കിറ്റിന് ഇവർ 25,000 കൊടുക്കാമെന്ന് പറയുമ്പോൾ മറ്റേ കമ്പനിയോട് ഓർഡർ ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം, 550 രൂപയും 450 രൂപയ്ക്കും കിറ്റ് കൊടുത്ത ഒരു 10 ദിവസം കൊണ്ട് സപ്ലൈ ചെയ്തു. ഈ 100% അഡ്വാൻസ് കൊടുത്ത ഏവൻ പകുതി പോലും ഇത് ചെയ്തില്ല, വളരെ വൈകിട്ടാണ് ഇത് കൊടുത്തത്. അതുകൂടാതെ വളരെ ഗുരുതരമായ ആരോപണം, ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആവശ്യമായ മരുന്ന് പോലും കിട്ടുന്നില്ല. 67 ആശുപത്രികളിൽ നടത്തിയ പരിശോധനകളിൽ 62,000-ലേറെ സന്ദർഭങ്ങളിൽ മരുന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ മരുന്നിൻ്റെ ഓർഡർ കൊടുക്കുന്ന കാര്യത്തിൽ 4,732 ഐറ്റം ഓർഡർ കൊടുക്കേണ്ട സമയത്ത് 1,085 ജനങ്ങൾക്ക് ഓർഡർ കൊടുത്തില്ല, മരുന്ന് കിട്ടില്ല. മരുന്നിൻ്റെ ദൗർലഭ്യം ഉണ്ടാക്കി വച്ചു എന്നുള്ളതാണ്. 1000 ദിവസം വരെ ചില കമ്പനികൾ മരുന്ന് കൊടുത്തിട്ടില്ല. ഇതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണമുണ്ട് ഇതിനകത്ത്. അതായത് 26 സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് ആ സമയത്ത്
കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയിട്ടുണ്ട് എന്ന് CNTG റിപ്പോർട്ടിലാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നും എക്സ്പയറി ഡേറ്റ് കഴിയാൻ 6 മാസം ഉള്ള മരുന്നും വിതരണം ചെയ്യാൻ പാടില്ല. കാരണം വിതരണം 6 മാസം മുമ്പുള്ളത് വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇത് കൺസ്യൂമറിൻ്റെ കയ്യിലെത്തുമ്പോഴേക്കും എക്സ്പയറി കഴിയും. എന്തുകൊണ്ടാണ് എക്സ്പയറി കഴിഞ്ഞ മരുന്ന് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്? അതിൻ്റെ മോളിക്യൂൾസിൽ മാറ്റം വരും, മോളിക്യൂൾ ചേഞ്ച് ഉണ്ടാവും. രാസമാറ്റം സംഭവിച്ചാൽ അത് രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. എന്നിട്ടാണ് ഈ പാവപ്പെട്ടവൻ പോകുന്ന 26 സർക്കാർ ആശുപത്രികളിൽ എക്സ്പയറി ഡേറ്റ് മരുന്ന് കൊടുത്തു. എന്താ അതിൻ്റെ അട്രാക്ഷൻ എന്നറിയോ? അട്രാക്ഷൻ അറിയോ? 100 കോടി രൂപയുടെ മരുന്ന് ഓർഡർ ചെയ്താൽ 100 കോടി രൂപ ഈ കമ്പനിക്ക് കൊടുക്കണമല്ലോ. കമ്പനി കൈക്കൂലിയായിട്ട് 80 കോടി രൂപ തിരിച്ചു തരും. കാരണം എക്സ്പയറി ഡേറ്റ് കൊടുത്ത മരുന്ന് അവർ 20% വിലയ്ക്ക് കൊടുക്കും. കാരണം അവരത് നശിപ്പിച്ച് കളയേണ്ട മരുന്നാണ് നിയമം അനുസരിച്ച്. നശിപ്പിച്ച് കളയാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വെച്ചിരിക്കുന്ന മരുന്ന് 20% പൈസ കൊടുത്ത് 80% കാശ് വാങ്ങിച്ചിട്ടാണ് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തുന്നത്. 20%. കാരണം അവർക്ക് ആ 20% ലാഭമാണ്. ഇല്ലെങ്കിൽ നശിപ്പിച്ച് കളയേണ്ട മരുന്നാണ്. എന്നാൽ നിയമപരമായ ഉത്തരവുണ്ട് 100 കോടി രൂപയുടെ മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി. അങ്ങനെ വലിയ അഴിമതിയാണ്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്. പിന്നെ ചില കമ്പനികളായിട്ട് ധാരണ ഉണ്ടാക്കും, എന്നിട്ട് അവരുടെ മരുന്ന് പരിശോധിക്കില്ല. ഗുണനിലവാര പരിശോധന നടത്തിയിട്ട് വേണം മരുന്ന് കൊടുക്കാമെന്നാണ്. CAG റിപ്പോർട്ട് നോക്കൂ. ഒരു വർഷത്തെ 54,000 ബാച്ച് മരുന്നുകളിൽ ഇടോളം 54,000 ബാച്ച് മരുന്നിൽ 8,700 ബാച്ചുകളുടെ ഗുണനിലവാരം മാത്രമാണ് പരിശോധിച്ചത്. നമ്മളൊക്കെ മേടിച്ച് കഴിച്ചത് ഈ ക്വാളിറ്റി ടെസ്റ്റ് നടത്താത്ത ബാച്ചുകളാണ്. ഇനി 46 ഇനം മരുന്നുകൾക്ക് ഒരു ക്വാളിറ്റി ടെസ്റ്റും നടത്തിയില്ല. 14 വിതരണക്കാരുടെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചില്ല. കമ്പനിയായിട്ട് ഡീലാണ്, ക്വാളിറ്റിയില്ല. നിങ്ങൾക്ക് പൊള്ളാച്ചി ചെന്നാലും മരുന്ന് കിട്ടും. ഒരു ഗുളികയ്ക്ക് 25 രൂപയുള്ള ഗുളിക 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 പൈസയ്ക്ക് പൊള്ളാച്ചിയിൽ നിന്ന് കിട്ടും. ഈ ചാത്തൻ മരുന്നെന്ന് പറയുന്നത് ഇതുപോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ വിതരണം നടത്തി ആ കമ്പനികളെ സഹായിച്ച് അവരിൽ നിന്ന് കോടികളാണ് ഇവർ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ പുര കത്തുന്ന സമയത്ത് അവർ വാഴ വെട്ടുകയായിരുന്നു. എന്നിട്ടാണ് ഈ കോവിഡ് കാലത്ത് നടത്തിയ അഴിമതിയാണ്. അതിനെക്കുറിച്ച് കൃത്യമായി ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ PP കിറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ആണ് എക്സസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് 10 കോടിയാണ്. 10 കോടി. CAG റിപ്പോർട്ട് വളരെ കൃത്യമാണ്. അപ്പോൾ ഈ കമ്പനി ആൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു അഴിമതിയാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. രാജ്യത്തെ കൺട്രോളർ ഓഡിറ്റർ ജനറൽ, കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ഒരു ആരോപണം ശരിവച്ചിരിക്കുക. രണ്ടാമത്തത് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ച ആരോപണമാണ്. ഞങ്ങൾ തുടരെ ഞങ്ങൾ രണ്ടുപേര് രണ്ടായിട്ട് ആരോപണം ഉന്നയിക്കുന്നതിനെ കുറിച്ചായിരുന്നു മന്ത്രി MP രാജേഷിന് വിഷമം. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിംഗ്ലർ ആരോപണം ഉന്നയിച്ചപ്പോൾ രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ്. എല്ലാ ആരോപണവും, ഈ ബ്രൂവറിയുടെ ആരോപണം അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആദ്യം പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, രണ്ടാമത് നടത്തിയത് ഞങ്ങളെല്ലാം. ഇതാണ് അതുകൊണ്ട് കൂടി ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഇങ്ങ് വന്നത്. ആ വിഷമം മന്ത്രിയുടെ മാറിക്കോട്ടെ. പിന്നെ മന്ത്രി ഇന്നലെ പറഞ്ഞെന്താ? ഇന്നലെ പറഞ്ഞത് കണ്ടില്ലേ, ഇന്ന് നിയമസഭ തുടങ്ങി ഈ ആരോപണം ഉന്നയിച്ചില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. ഇന്നലെ എന്താ കാര്യം? ഒന്ന് മന്ത്രി പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയാണ്. എൻ്റെ മന്ത്രി ഈ അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ? ആ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഒന്ന് മറച്ചു നോക്ക്. അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പാടില്ല, എഴുതി കൊടുത്തിട്ടേ ഉന്നയിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കും. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ദൂരെയാണ്. ഇന്ന് അദ്ദേഹം വന്ന് ഇന്ന് ഉന്നയിച്ചു. ഇന്നലെ ഉന്നയിക്കാത്തതുകൊണ്ട് ഇതില്ലെന്ന് കാറ്റിപ്പോയെന്ന്. ഒരു മറുപടിയില്ല. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയും. പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് പിന്നെ അതിന് മുമ്പേ തന്നെ
ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഒന്ന്, പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഇപ്പോൾ CNTG റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഉന്നയിച്ച ആരോപണത്തിൻ്റെ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ്ഡാണ്. അതാണ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറയും, ഈ കേരളം മുഴുവൻ സമരം നടത്തി അവിടെ വെള്ളം ഊറ്റുന്നതിനെതിരായി കൊക്കോല കമ്പനിക്കെതിരായി സമരം നടത്തി ആ കമ്പനിയെ ഇവിടുന്ന് പറഞ്ഞയച്ചതാണ്. അവിടെയാണ് അതിനേക്കാൾ കൂടുതൽ വെള്ളം ഊറ്റുന്ന. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അതിനൊരു മറുപടി വാസ്തവത്തിൽ അവർക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. ടെൻഡർ ചെയ്തിട്ടില്ല, ബാക്കിയില്ല, ഒന്നുമില്ല, നേരെ കൊടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ വേസ്റ്റ് വേറെ ഉണ്ടാവും, ഇതിൻ്റെ വീട്ടുന്നതിൻ്റെ വേസ്റ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നോക്കാത്ത ഈ നടപടി എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് മറുപടി അവർ പറഞ്ഞിട്ടില്ല. ഇന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. കേട്ടതിന് ശേഷം ബാക്കി പറയാം. നിയമസഭാ ചട്ടങ്ങൾ 285 അനുസരിച്ചാണ് ഞാനിന്നൊരു അഴിമതി ആരോപണം എഴുതി ഉന്നയിച്ചിട്ടുള്ളത്. ഈ അഴിമതി ആരോപണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാലക്കാട്ടെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന മഴനിഴൽ പ്രദേശമായ കഞ്ചിക്കോട്, പുതുശ്ശേരി, എലപ്പുള്ളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കൊക്കക്കോള പ്ലാന്റ് പ്ലാച്ചിമടയിൽ അടച്ചുപൂട്ടാൻ വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇടതുപക്ഷ മുന്നണി. അന്ന് ആ സമരത്തിൻ്റെ ഫലമായി കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടി. അന്ന് പറഞ്ഞിരുന്നത് സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, പാലക്കാട്ടെ നെല്ലറയായ പാലക്കാട്ടെ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാണ്. അതേ ആളുകളാണിപ്പോൾ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫ്രീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള അനുവാദം കൊടുത്തത്. ഇതാണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിൻ്റെ ശേഷം ഇറക്കിയ സർക്കാർ ഉത്തരവ്. വാസ്തവത്തിൽ ഈ സർക്കാർ ഉത്തരവിൽ ഈ കമ്പനിയെ പുകഴ്ത്തുകയാണ്. എത്രയോ സർക്കാർ ഉത്തരവുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഈ കമ്പനിയെ പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേരത്തെ, ഡൽഹിയിലെ മദ്യനയ കേസിൽ ഇതിൻ്റെ ഒരു ഡയറക്ടർ പ്രതിയാണ്. പഞ്ചാബിൽ അവിടെ വെള്ളം മലിനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അവരുടെ കയ്യിലുണ്ട്. ആ കമ്പനിയാണ് ഏറ്റവും ക്രെഡിബിളായിട്ടുള്ളൊരു കമ്പനിയാണെന്നും മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ 20 വർഷമായി അവരുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് തുടങ്ങാനുള്ളത്. ഈ കമ്പനിയെ എങ്ങനെ ഇവർ തിരഞ്ഞെടുത്തു? 2018-ൽ 3 ഡിസ്റ്റിലറികളും 3 ബ്രൂവറികളും 1 ഡിസ്റ്റിലറിയും ആരംഭിക്കാനുള്ള തീരുമാനമെടുത്ത് അന്നത്തെ പ്രതിപക്ഷം ശക്തമായി എതിർത്തതുകൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നു. ആ പിൻവലിച്ചതിന് ശേഷം ഒരു നിയമ നടപടിയും ചട്ടങ്ങളും പാലിക്കാതെയാണ് അന്ന് എഴുതി കൊടുത്തത്. ഇപ്പോൾ ഇതിനു വേണ്ടി എന്തായി? മദ്യനയം രൂപീകരിച്ചു. അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ കൊണ്ടുപോയി. ക്യാബിനറ്റ് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ അനുമതിയില്ല. വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞു. ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ആളുകളുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്, അവർ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കിൻഫ്ര പാർക്കിലേക്ക് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പോലുമില്ല. അവിടെ കുടിവെള്ളം കിട്ടുന്നില്ല. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. പ്രതിദിനം 5 ലക്ഷം ലിറ്റർ കുടിവെള്ളം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ആദ്യത്തെ റൗണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും കൂടും. 80 മില്യൺ വരെ
ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. അവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഇപ്പോൾ കിൻഫ്ര പാർക്കിലെ പല വ്യവസായങ്ങൾക്കും വെള്ളമില്ല. എന്തിനേറെ ജവാൻ എന്ന് പറയുന്ന പോപ്പുലർ ബ്രാൻഡായ മദ്യം കേരള ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ മദ്യം നിർമ്മിക്കാൻ പോലും അവിടുത്തെ പ്ലാന്റിന് ഇതുവരെ വെള്ളം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റാണ്, ഗവൺമെൻറ്റിൻ്റെ മലബാർ ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തും. റെയിൻ ഷാഡോ ഏരിയ ആണിത്. മഴനിഴൽ പ്രദേശത്ത് എത്ര ശതമാനം വെള്ളം കിട്ടുമെന്ന് ഇവർ പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ? ഭൂഗർഭ ജലത്തിൻ്റെ അളവ് പരിശോധിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, ഈ കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുത്തു? ഇപ്പോൾ പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ധാരാളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ കമ്പനികളുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഓയിൽ കമ്പനിയാണ് ഇവരെ പിന്തുണച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. രാജ്യത്ത് നിരവധി ഓയിൽ കമ്പനികളുണ്ട്, പ്രൈവറ്റ് ഓയിൽ കമ്പനികളുണ്ട്. അവരാരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അവരെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെൻറ് KSR അല്ലേ, KSR ചന്ദ്രശേഖർ റാവുവിൻ്റെ ഗവൺമെൻറ് ഇതിൻ്റെ പിന്നിലുണ്ട്. ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ആ ഇടപാടും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴേ അത്രമാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും അവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഗവൺമെൻറ്റും തമ്മിലൊരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇവർ തിരഞ്ഞെടുത്തത്. ആ കമ്പനിയെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്ത് ഫേവറേറ്റിസമുണ്ട്, നെപ്പോട്ടിസമുണ്ട്. അതുകൊണ്ട് ഇത് കറപ്ഷനാണെന്ന് ഞങ്ങൾ പറയുന്നു. ഈ അഴിമതി ആരോപണം വളരെ ഉത്തരവാദിത്വത്തോടെ നിയമസഭയിൽ എഴുതി കൊടുത്ത് പ്രതിപക്ഷം തീരുമാനിച്ചതിനനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി നേരത്തെ തീരുമാനിച്ചു പോയതാണ്. എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി നടത്തുന്ന മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം മാറ്റിവെച്ചതാണ് ഇന്ന് 21. അത് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോട് ഞങ്ങൾ ഉന്നയിക്കുന്നു. ഗവൺമെൻറ് ജനനന്മയെ കരുതി ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇത് വരാത്തതിൽ എനിക്ക് ആശ്ചര്യമുണ്ട്. കേരളത്തിലെ 89 സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ്. ജ്യോതിലാൽ ഏത് ഉത്തരവും ഏത് സമയത്തും ഇറക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് എൻ്റെ ഇറക്കാനുള്ള കാരണം ഇവിടെ 89 സ്ഥലത്ത് വൈൻ പാർലറും ബിയർ പാർലറും അനുവദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വെച്ചാൽ മാത്രമേ, എൻ്റെ പേരുകളൊന്നും തന്നെയായി ഇത്ര 89 സ്ഥലമുണ്ട്. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചാൽ മാത്രമേ 89 സ്ഥലങ്ങൾ വൈൻ പാർലറുകളും ബിയർ പാർലറും അനുവദിക്കാൻ കഴിയൂ. ഇതുകൂടി ചേർത്ത് വായിക്കണം. നാട്ടിൽ മദ്യം ഒഴുക്കുകയാണ് അനാവശ്യമായി. ആവശ്യമില്ലാത്തടത്തെല്ലാം ഇത് കൊടുത്ത് ഇതുകൊണ്ടൊന്നും ടൂറിസ്റ്റുകൾ വരുന്നില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടിയാണോ വരുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ കൊടിയ അഴിമതിയുണ്ട്. ആ അഴിമതി അന്വേഷിക്കണം. ഇപ്പോഴും എൻ്റെ കേസ്, കഴിഞ്ഞ ബ്രൂവറി രജിസ്റ്ററി കേസ് ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. എൻ്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ കേസാണ്. കാരണം ഈ തീരുമാനമെടുത്തത് 2018 മുമ്പായിരുന്നു. ഈ തീരുമാനം ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ അനുവാദം വേണമെന്നുള്ള തീരുമാനം 2018 എടുത്തത്. അതുകൊണ്ടാണ് ഗവർണർ എനിക്ക് തരാതെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ. കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ആ ഉത്തരവ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പോൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന എൻ്റെ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് 600 കോടി രൂപയുടേതാണ്. കോടിയെന്ന് കേട്ടാൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്നേഹമാണ്. കോടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് താല്പര്യം കൂടി. അങ്ങനെയാണ് ഇത് അനുവദിച്ചത്. ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ,
CPM-ന്റെ എന്നും ഒരു കറവ പശുവാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. 3 ഡിസ്റ്ററിയും ഒരു 3 ബ്രൂവറിയും ഒരു ഡിസ്റ്ററിയും അനുവദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തത് കാര്യകാരണ സഹിതമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് മദ്യനയത്തിൽ ആദ്യം മാറ്റം വരുത്തുന്നു, ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു, ക്യാബിനറ്റ് തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ്, പാർട്ടി നടത്തിയ ഒരു വലിയ അഴിമതിയാണ്. അതിന് ടെൻഡർ വിളിക്കണ്ടേ? മറ്റ് കമ്പനികളുണ്ടോ എന്ന് അറിയണ്ടേ? ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? അല്ല, ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങുമ്പോൾ കേരളത്തിൽ പണ്ട് അച്യുതമേനോൻ ഗവൺമെൻറ് കാലത്ത് ടെൻഡർ വിളിച്ചിരുന്നു. അന്ന് ധാരാളം ആളുകൾ അപ്ലൈ ചെയ്തു. 5 കമ്പനിയെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. വലിയ തർക്കങ്ങളുണ്ടായി ആ സമയത്ത്. അന്ന് പിന്നെ എന്തിനാണ് വിളിച്ചത് ടെൻഡർ? ഇത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഇവിടെ വെള്ളം കിട്ടുമെന്ന്? വാട്ടർ അതോറിറ്റി പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുന്നു. 2, ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? ഇന്ത്യയിൽ ഈ കമ്പനി മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്നതനുസരിച്ച് ഈ കമ്പനി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, ഒന്നല്ല, ആരോരും അറിയാതെ ഈ കമ്പനിയെ മാത്രം വിളിച്ച് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ഇത് തന്നെയാണ് ചെയ്തത്. ഞാൻ 3-4 ഡിസ്റ്ററീസിൻ്റെ പേര് പറഞ്ഞല്ലോ. നിലവിൽ പോലും ഇല്ലാത്ത കമ്പനികളെ കടലാസിൽ അപേക്ഷ വാങ്ങി അവർ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. അന്നത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അതുപോലെ ഇതും പിൻവലിക്കേണ്ടി വരും. കേരളത്തിലെ ജനങ്ങളുടെ രോഷത്തിന് മുമ്പിൽ ഈ സർക്കാരിനെ പിൻവലിക്കേണ്ടി വരും. അഴിമതി സാമ്പത്തിക അഴിമതി തന്നെ. അല്ല പിന്നെന്തോ അഴിമതിയാ? അതും ആ പാർട്ടി വാങ്ങിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അല്ല, അത് വരട്ടെ. അഴിമതി എത്ര ഉണ്ടെന്നൊക്കെ ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇനി പറയാം നമുക്ക്. അത് വരട്ടെ. ഇതിപ്പോൾ എല്ലാം ഒറ്റയടിക്ക് പറയണ്ടല്ലോ. അത് വരട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വാർത്ത വേണ്ടേ? ഇതിൽ വളരെ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രമിച്ച് പരാജയപ്പെട്ട ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഈ മദ്യനയത്തിൽ, നിങ്ങൾ മദ്യനയത്തിലെ 24 നോക്കൂ എന്നാണ് എക്സൈസ് മന്ത്രി പറഞ്ഞത്. 24-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുമെന്നാണ്. ഈ അനുമതി അതാണ്. അദ്ദേഹം വായിച്ചല്ലോ. എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ബോട്ട്ലിംഗ് പ്ലാന്റ്, ബ്രൂവറി പ്ലാന്റ്, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, എല്ലാ അനുമതി കൊടുത്തിരിക്കുക. നിങ്ങൾ പറഞ്ഞതിന് നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഒറ്റ മറുപടിയുള്ള അതിന് വേറൊരാളും അറിഞ്ഞില്ലത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡിസ്റ്റിലറികൾ പോലും ഒരാളും അറിഞ്ഞില്ല. ഒരൊറ്റ ആളും അറിഞ്ഞില്ലത്. അപ്പം ഈ 2 കൊല്ലം മുമ്പ് ഈ കമ്പനി കോളേജ് തുടങ്ങാനാണ് എന്ന് പറഞ്ഞ് എലപ്പുള്ളിയിൽ വന്ന് 26 ഏക്കർ മേടിച്ച് പഞ്ചായത്തിനെയും നാട്ടുകാരെയും പറ്റിച്ച് കോളേജ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് തുടങ്ങി. അന്ന് മുതലേ ഇതിൻ്റെ ഗൂഢാലോചന നടക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് മദ്യനയത്തിൽ മാറ്റിയപ്പോൾ അതുപോലും പോരാ. മദ്യനയത്തിലെ മാറ്റത്തിനനുസരിച്ചല്ല കൊടുത്തേക്കണേ, മുഴുവൻ കൊടുത്തിരിക്കുകയാണ് ഒറ്റ കമ്പനിക്ക്. വേറെ ഒരാൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്നുകിൽ ടെൻഡർ പ്രൊസീജിയർ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനദണ്ഡം വെച്ച് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാം. വി ആർ ഗോയിങ് ടു ചേഞ്ച് അവർ പോളിസി. ഫ്രം ടുഡേ ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ലൈസൻസ് ടു ബ്രൂവറി പ്ലാന്റ്സ്, ബ്രാൻഡി പ്ലാന്റ്സ്. നിങ്ങൾ അവർക്ക് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാം. അത് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് 3 സ്റ്റാറോ 4 സ്റ്റാറോ 5 സ്റ്റാറോ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രൊസീജിയർ എന്താണ്? ഇവരിവിടെ അനുവദിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ അത് ക്ലാസിഫൈ ചെയ്ത് അത് അനുവദിക്കുന്നുണ്ട്. എനിബഡി ക്യാൻ അപ്ലൈ.
അല്ലേ? ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇവിടെ പറ്റുമായിരുന്നോ? ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞോ? കേരളത്തിലെത്തി ചർച്ചയാക്കിയോ? മദ്യനയത്തിൽ ഒരു വലിയ മേജർ ചേഞ്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മറവിൽ ഒറ്റ കമ്പനിക്ക്, എന്നിട്ട് കമ്പനിയെ പുകഴ്ത്തുകയായിരുന്നു മന്ത്രി ആദ്യത്തെ ദിവസം. ഈ ഓർഡറിലുണ്ട് കമ്പനിയെ പുകഴ്ത്തുക. ആ കമ്പനി പുകഴ്ത്തിയ കമ്പനിയാണ് ഡൽഹി ലിക്കർ സ്കാമിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ. പഞ്ചാബിൽ ഈ കമ്പനി തുടങ്ങിയിട്ട് 4 കിലോമീറ്റർ റേഡിയസിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ മുഴുവൻ, ഗ്രൗണ്ട് വാട്ടർ മുഴുവൻ പൊള്യൂട്ട് ചെയ്തു, മലിനമാക്കി. എന്നിട്ട് ഇവർ ബോർവെൽ വഴി ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഭൂഗർഭ ജലത്തെ മലിനമാക്കാൻ ഇട്ടു. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി. ഇവർ എൻവയൺമെന്റ് റൂൾസ് മുഴുവൻ വയലേറ്റ് ചെയ്ത് ഇവർ ഇത് പൊള്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ കമ്പനിയാണ് കേരളത്തിലെ സർക്കാർ ഉത്തരവിലൂടെ പ്രകീർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഷെയ്ഡി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കമ്പനി വരുമ്പോൾ, ദേശീയമായിട്ട് വരുമ്പോൾ ആ കമ്പനിയുടെ പശ്ചാത്തലം അറിയണ്ടേ? പിന്നെ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് മനസ്സിലായല്ലോ. വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിരിക്കുന്നു? ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അവിടെ മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് അവിടേക്ക് ആവശ്യമായ വെള്ളം പോലും പമ്പ് ചെയ്യപ്പെടുന്നില്ല. പാലക്കാട് ആവശ്യമായ കുടിവെള്ളം കിട്ടുന്നില്ല. വലിയ ഗ്യാപ്പുണ്ട്. ഈ മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് അതിൻ്റെ ബെനഫിഷ്യറീസിന് കൊടുക്കുന്നതിൽ തന്നെ വലിയ ഗ്യാപ്പുണ്ട്. അത് ഓഗ്മെന്റ് ചെയ്ത് വലിയ സ്കീമായിട്ട് വരേണ്ട സ്കീമാണ്. പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണമെങ്കിൽ അതില്ല. പാലക്കാടത്തെ ഭൂഗർഭ ജലവിധാനം പഠിച്ചിട്ടുണ്ടോ? മറ്റ് തിരുവനന്തപുരത്തിനേക്കാൾ താഴെയാണ്, മറ്റ് ജില്ലകളേക്കാൾ താഴെയാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ. അവിടെ കൊണ്ടുപോയി ഒരു 80 ദശലക്ഷം ലിറ്റർ വരെ ഈ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് പൂർത്തിയാക്കിയ 80 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം. എത്ര മലമ്പുഴയുടെ കപ്പാസിറ്റി എത്ര അറിയോ? 200 ദശലക്ഷം ആണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ കപ്പാസിറ്റി. അത് വെള്ളം കൊടുക്കുകയാണ്. 400 ദശലക്ഷം യൂണിറ്റാണ് ആവശ്യം. പാലക്കാടും ഈ പരിസര പ്രദേശത്തും മലമ്പുഴ അണക്കെട്ടിൻ്റെ ബെനഫിഷ്യൽ ഏരിയയിൽ ഡിമാൻഡ് 400 ദശലക്ഷം യൂണിറ്റാണ്. മലമ്പുഴ അണക്കെട്ടിൻ്റെ കപ്പാസിറ്റി 200 ദശലക്ഷം യൂണിറ്റാണ്. മനസ്സിലായല്ലോ ഗ്യാപ്പ്? എന്നിട്ട് 80 ദശലക്ഷം യൂണിറ്റ് വെള്ളം ആവശ്യമുള്ള പ്രോജക്റ്റിന് അനുമതി കൊടുത്തേക്കുകയാണ്. രമേശ് ജി പറഞ്ഞതുപോലെ വിത്തൗട്ട് എനി സ്റ്റഡി, ഒരു തരത്തിൽ ഒരു പഠനവും നടത്താതെ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം. എന്താ ഇത്ര സ്നേഹം ഇവരോട്? എന്നാ പറയണ്ടേ? ഗവൺമെൻറ് പറയണ്ടേ? അസംബ്ലി പറയാമല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കാമല്ലോ. ഞങ്ങളിത് ഇനി മുതൽ കേരളത്തിൽ മദ്യനിർമ്മാണത്തിന് അനുമതി കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് മാനദണ്ഡങ്ങൾ. വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് തുടങ്ങാം. വെള്ളത്തിന് ക്ഷാമമില്ലാത്ത സ്ഥലത്ത് നമ്മൾ തുടങ്ങാം. ഇതൊക്കെയാണ് മാനദണ്ഡങ്ങൾ. എനിബഡി ക്യാൻ അപ്ലൈ, ആർക്കും അപ്ലൈ ചെയ്യാം. ഇതങ്ങനെയാണോ ചെയ്തത്? ഇത് എത്ര രഹസ്യമായിട്ടാണ് ചെയ്തത്? ആരോരും അറിയാതെ. മന്ത്രിയുടെ കയ്യിൽ 3 മാസം ഫയലിരുന്നു. പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ 6ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രിയിലേക്ക് സാധനം കൊടുക്കുന്നത്. എന്തൊരു സ്പീഡായിരുന്നു! ഭയങ്കര സ്പീഡായിരുന്നു എല്ലായിടത്തും. മനസ്സിലായി? അൺനെസസറി ഹേസ്റ്റ് ഉണ്ടായി. അതൊക്കെ അഴിമതിയുടെ ലക്ഷണങ്ങളാണ്. പണം മേടിച്ചു എന്ത് കിട്ടിയെന്നല്ലേ ഞങ്ങൾ ചോദിച്ചു. എന്ത് കിട്ടിയെന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയാമോ എത്ര മേടിച്ചേക്കണെന്ന്? അത് നമ്മൾ പറയാം, ഞങ്ങൾ കണക്കെടുത്തിട്ട് പറയാം. പിന്നെ അല്ല, ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിച്ചല്ലോ, ഈ കമ്പനി എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത്? അച്യുതമേനോൻ ഗവൺമെൻറ് കാലത്ത് ആണ് ആദ്യമായി വിദേശ മദ്യനിർമ്മാണ കമ്പനികളെ കേരളത്തിൽ സ്ഥാപിക്കാനുള്ള പരിപാടി ആരംഭിച്ചത്. അന്ന് ടെൻഡർ വിളിച്ചു, ധാരാളം അപേക്ഷ വന്നു. 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് 999 ഓർഡർ വരുന്നത്. നിങ്ങൾ പഴയ പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ മതി. 999 ഓർഡറിൽ പറയുന്നത് ഇനിമേൽ കേരളത്തിൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ വേണ്ട എന്ന തീരുമാനം അന്നെടുത്തു. പിന്നീട് വന്ന ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ മദ്യനിർമ്മാണ ശാലകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അല്ല, അതെ, അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇങ്ങനെ ഒരു നടപടി ആരംഭിക്കുമ്പോൾ അതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ചെയ്യുന്നത് നമ്മൾ പോളിസിയാണ് നിങ്ങൾ വായിച്ചത്, അതല്ലല്ലോ. നിങ്ങൾക്കൊരു പ്രൊസീജിയറില്ലേ?
ഒരു പ്രൊസീജിയറില്ലേ? ഗവൺമെൻറ് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഈ കാര്യത്തിൽ വെച്ചിരിക്കുന്നത്? ഒരു മാനദണ്ഡവും ഇല്ലാതെ ആർക്കും വന്ന് മദ്യനിർമ്മാണം ഉൽപ്പാദിപ്പിക്കാൻ കൊടുക്കില്ല. ബാർ അങ്ങനെ കൊടുക്കുമോ? നേരത്തെ ചോദിച്ചല്ലോ, ബാർ അങ്ങനെ കൊടുക്കുമോ? കൊടുക്കില്ല. ദർ ആർ കണ്ടീഷൻസ്. ITDCയുടെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് പിന്നെ കേരളത്തിൻ്റെ എക്സൈസ് ടീമിൻ്റെ കണ്ടീഷൻ്റെ എല്ലാം കൂടി നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരും, അവരെ വരും എല്ലാം ചെയ്യുന്നത്. ഒരു പ്രൊസീജിയറും ഇല്ലാതെ, ഒരു നടപടിക്രമവും ഇല്ലാതെ, ആരെയും അറിയിക്കാതെ, വേറൊരു കമ്പനിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പോലുമില്ല, അവസരം പോലും ഇല്ലാതെ ഇവരുമായിട്ട് മാത്രം എന്താ ചർച്ച നടത്തി? ഇവർ കേരളത്തിലുള്ള ഡിസ്റ്റിലറികളൊന്നും അറിഞ്ഞില്ല. മറ്റേ മധ്യപ്രദേശിലും പഞ്ചാബിലുള്ള കമ്പനി അറിഞ്ഞു. അതെന്താ രഹസ്യം? അതെന്താ അവരെങ്ങനെ അറിഞ്ഞത്? കേരളത്തിലെ മദ്യനയം മാറ്റി ഞങ്ങൾ അപേക്ഷ കൊടുത്താൽ ഇപ്പം തന്നെ നമുക്കിത് കിട്ടും എന്ന് മധ്യപ്രദേശിലെയും പഞ്ചാബിലെയും കമ്പനി എങ്ങനെ അറിഞ്ഞു? കേരളത്തിലെ ഒരു ഡിസ്റ്റിലറിക്കാർ പോലും അറിഞ്ഞിട്ടില്ല. അത്രയും മതി, അത്രയും മതി. അത് വരട്ടെ, ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പറയണം. വരട്ടെ, പറയാം. അത് ശൈല ടീച്ചർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന്. അവയിൽ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ നമുക്ക് ശൈല ടീച്ചറെ അങ്ങനെ വിശ്വാസം എടുക്കാതിരിക്കാൻ പറ്റും. ഒരു കാര്യം പറയുമ്പോൾ രണ്ടുപേരും ഉണ്ട്. മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്, ശൈല ടീച്ചർക്കും പങ്കുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള അഴിമതിയല്ലേ? ഒരു ലെറ്റർ കയ്യിലിരിക്കുകയാണ്, ഞങ്ങൾ റെഡിയാണ് 25,000 PP കിറ്റ് തരാമെന്ന്. അത് മേടിക്കാതെ 550 രൂപയ്ക്ക് മേടിക്കാതെ 3 ഇരട്ടി പൈസയ്ക്ക് പിറ്റേ ദിവസം പോയി മേടിക്കുക. ഇത് ഇവിടെ തന്നെ ലോക്കലി അവൈലബിൾ ആയിരുന്നു. ഈ വിലയ്ക്ക് അവൈലബിൾ ആയിരുന്നു. എത്ര കമ്പനി കൊടുത്ത്? 450, 500. CAGയുടെ ഫൈൻഡിങ് ഇതിലെ രാസമാറ്റം, എക്സ്പയറി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രാസമാറ്റം ഉണ്ടായി ജീവനാശം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള എക്സ്പേർട്ട് ഒപ്പീനിയനാണ് അവരിവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കോലക്കുറ്റത്തിന് സമാനമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പാവങ്ങൾക്കൊക്കെ ഈ മരുന്നല്ലേ കിട്ടിയത്? പിന്നെ ഗുണനിലവാര പരിശോധന നടത്താതെ 14 കമ്പനിക്ക് അവൻ എന്ത് ചാത്തം മരുന്ന് കൊടുത്താലും ഇവിടെ വിറ്റിട്ടുണ്ട്, സാധനം പോയിട്ടുണ്ട്. ഈ 80,000 ബാച്ചുള്ളതിൽ 8,000 ബാച്ച് 10% പോലും ബാച്ച് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടില്ല. എന്ത് ഗുരുതരമായ ആരോപണമാണ്! എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആളുകൾക്ക് കൊടുത്ത് പണം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് 20% കിട്ടും, 80% കമ്മീഷനാണ്. എനിക്കറിയില്ല. ശരി, ഓക്കെ, വേറെ ഒരു വിഷയമില്ല.